ഞാൻ വീട് വിട്ട് അധികം മാറി നിന്നിട്ടില്ലായിരുന്നു. സ്വന്തം വീടായിരുന്നു എനിക്കെല്ലാം. അപ്പനും അമ്മയും സഹോദരങ്ങളും കൂട്ടുകാരും നാട്ടുകാരും അവരായിരുന്നു എനിക്കെല്ലാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുതിയ പഠനത്തിനായി ഞാൻ ബിനിച്ചാനോടൊപ്പം ബാംഗ്ലൂരിലേക്ക് വന്നത്. കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിലായിരുന്നു ഞാൻ ജനിച്ചത്. മലയാള സ്കൂളിൽ പഠിച്ച എനിക്ക് ഭാഷയൊരു വലിയ കടമ്പയായിരുന്നു. പട്ടണത്തിലെ കാര്യങ്ങളൊക്കെ ഒരു പുതിയ അനുഭവമായിരുന്നു. ചോറും മീൻകറിയും കപ്പയും പൊറോട്ടയും ബീഫും എല്ലാം യഥേഷ്ടം കഴിച്ചിരുന്ന ഞാൻ ബാംഗ്ലൂർ വന്നപ്പോൾ ഇവിടുത്തെ ഭക്ഷണവും ജീവിത രീതിയുമൊക്കെ ഒരു പുതിയ അനുഭവമായിരുന്നു. ഞാൻ പലപ്പോഴും പഴയ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഓർക്കുമായിരുന്നു. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ ഹോം സിക്ക് ആയിരുന്നു എന്ന്. അങ്ങനെയെങ്കിൽ അങ്ങനെ. ബാംഗ്ലൂരിലെ ഒരു ഹോസ്പിറ്റലിൽ ചാപ്ലൻസിയുടെ ഒരു കോഴ്സ് പഠിക്കാനാണ് ഞാൻ പോയത്. ചാപ്ലിൻ എന്ന വാക്ക് എനിക്കും പുതിയ അറിവായിരുന്നു. ഈ വാക്ക് ആദ്യം കേട്ടപ്പോൾ ചാർലി ചാപ്ലിനെയാണ് ഓർമ്മ വന്നത്. എന്നാൽ പട്ടാളക്കാർക്കും ആശുപത്രിയിൽ കിടക്കുന്ന രോഗികൾക്കും ജയിലിൽ കഴിയുന്ന തടവുകാർക്കുമൊക്കെ വേണ്ട ധാർമ്മികമായ ആത്മീകമായ ഉപദേശങ്ങൾ നൽകുന്നതിൻ്റെ പരിശീലനമാണ് ഞങ്ങൾക്ക് അവിടെ ലഭിച്ചത്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ആശുപത്രിയിലെ ഡീലക്സ് വാർഡിൽ നിന്നും ഒരു ഫോൺ കോൾ വന്നത്. ഈ പ്രാവശ്യം എന്നെയാണ് ഡീലക്സ് വാർഡിലേക്ക് അയച്ചത്. സമൂഹത്തിലെ ഏറ്റവും സമ്പന്നരായ ആളുകൾ അന്ന് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഡീലക്സ് വാർഡ് കണ്ടപ്പോൾ ഞാൻ താമസിക്കുന്ന ഇടത്തെപ്പറ്റി ഓർത്തു. എന്നെങ്കിലും ഒരു ദിവസം ഈ വാർഡിൽ വന്നൊന്ന് കിടന്നിരുന്നെങ്കിൽ എന്ന് മനസ്സിൽ പറഞ്ഞു. ആശുപത്രിയിൽ പോകാൻ ആർക്കും ഇടയാകരുത് കേട്ടോ. അങ്ങനെ ഞാൻ ഡീലക്സ് വാർഡിൽ ചെന്നു. 34 വയസ്സുള്ള ലക്ഷ്മി എന്ന ഒരു രോഗിയെ കാണണമെന്ന് നേഴ്സ് എന്നോട് പറഞ്ഞു. ലക്ഷ്മി ഡീലക്സ് വാർഡിലെ ഒരു പ്രത്യേക മുറിയിലായിരുന്നു. ലക്ഷ്മിയെ മറ്റൊരു ആശുപത്രിയിൽ നിന്നുമാണ് ഇവിടേക്ക് കൊണ്ടുവന്നതെന്ന് നേഴ്സ് പറഞ്ഞു. ഇത് ഒരു സൂയിസൈഡ് കേസാണ്, നേഴ്സ് എന്നോട് പതുക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു മിന്നലുണ്ടായി. അവൾ സ്വയം തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതാണ്. അങ്ങനെ ഞാൻ പ്രത്യേക വസ്ത്രങ്ങളൊക്കെ ഇട്ട് മുറിയിലേക്ക് കയറി. ഗുഡ് മോർണിംഗ്, ഞാൻ ചാപ്പലിൽ നിന്നും വന്നതാണ്. ഇത് കേട്ടപ്പോൾ അവളുടെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി ഉണ്ടായിരുന്നു. ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം അവസാനമായി ഞാൻ അവളോട് ചോദിച്ചു, മാം, വാട്ട് മെയ്ഡ് യു ടു ഡു ദിസ്? എന്തുകൊണ്ടാണ് ഈ കടുങ്കൈ ചെയ്യാൻ തോന്നിയത്? ഇന്ന് ഞാൻ ആ ചോദ്യത്തെപ്പറ്റി ഓർക്കുമ്പോൾ ഒരു അപക്വമായ ചോദ്യമായി പോയി എന്നെനിക്ക് തോന്നുന്നു. ഐ എം ജസ്റ്റ് ഇംപേഷ്യൻ്റ് ഇൻ മൈ ലൈഫ്. എന്നാൽ അവളുടെ മറുപടി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അവൾ പറഞ്ഞ വാക്കുകൾ ഒരു ചോദ്യമായി ഇന്നും എൻ്റെ കാതുകളിലുണ്ട്. ലക്ഷ്മിയെ കണ്ട് തിരികെ വരുമ്പോൾ അവളുടെ അമ്മയും അപ്പനും വാതുക്കൽ കാത്തിരിപ്പുണ്ടായിരുന്നു. എൻ്റെ മാതാപിതാക്കളുടെ പ്രായമുള്ള അവർ എന്നെ ഫാദർ എന്നാണ് വിളിച്ചത്. അങ്ങനെ അവരോടൊപ്പം അവിടെ ഉണ്ടായിരുന്ന അടുത്ത കസേരയിൽ ഞാനിരുന്നു. തൻ്റെ മകളെപ്പറ്റി പറയുമ്പോൾ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതും പലപ്പോഴും വാക്കുകൾ ഇടറുന്നതും ഞാൻ കണ്ടു. പഠനത്തിലും പിയാനോ വായനയിലും അവൾ സമർത്ഥയായിരുന്നു. ബാംഗ്ലൂരിൽ സമ്പന്നരായ ആളുകൾ താമസിച്ച സ്ഥലത്തായിരുന്നു അവരുടെ വീട്. കമ്പ്യൂട്ടർ സയൻസ് ബിടെക് പഠനത്തിന് ശേഷം ഉപരിപഠനം അമേരിക്കയിലാണ് നടത്തിയത്. അവളുടെ ഭർത്താവിനെ അവിടെ വെച്ചാണ് അവൾ കണ്ടുമുട്ടിയത്. അവർ ഇരുവരും സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരായി 5 വർഷം അമേരിക്കയിലായിരുന്നു. ഇത് കേട്ടപ്പോൾ ജീവിതത്തിൽ എല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ലക്ഷ്മി ഈ കടുങ്കൈ ചെയ്തത്? ഒരുപക്ഷെ അവൾ ഈ ലോകത്ത് തനിച്ചാണെന്ന് ലക്ഷ്മിക്ക് തോന്നിയിട്ടുണ്ടാകുമോ? ഇത് ചിന്തിച്ചുകൊണ്ടാണ് വൈകുന്നേരം ഞാൻ തിരികെ ഹോസ്റ്റലിലേക്ക് പോയത്. പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലക്ഷ്മിയുടെ മാതാപിതാക്കൾ ക്യാൻറ്റീൻ അടുത്തുകൂടി മുൻപോട്ട് പോകുന്നത് കണ്ടു. ആ വഴി മോർച്ചറിയിലേക്കാണെന്ന് എനിക്കറിയാമായിരുന്നു. കഴിച്ച ഭക്ഷണം പാതി വെച്ചിട്ട് ഞാനും അവരുടെ അടുത്തേക്ക് ചെന്നു. എന്നെ കണ്ടതും ലക്ഷ്മിയുടെ അമ്മ പറഞ്ഞു, ഇന്നലെ രാത്രി സർജറി നടക്കുമ്പോൾ ലക്ഷ്മി പോയി. ഇത് കേട്ടപ്പോൾ എനിക്കും വലിയ പ്രയാസമുണ്ടായി. അമേരിക്കയിൽ നിന്നും വന്ന ലക്ഷ്മിയോടൊപ്പം ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ? ബഹുഭൂരിപക്ഷം ആത്മഹത്യകളും പെട്ടെന്നുണ്ടാകുന്ന ഒരു തോന്നലുകളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയാറുണ്ട്. അത്തരം ആത്മഹത്യാ ചിന്തകൾ വളരെ ചുരുക്കം സമയത്തേക്ക് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ആ സമയത്ത് അവരോടൊപ്പം ഉണ്ടായിരിക്കുകയോ സംസാരിക്കുകയോ ചെയ്താൽ ബഹുഭൂരിപക്ഷം ആത്മഹത്യകളും തടയാൻ സാധിക്കും. ഇന്ന് സെപ്റ്റംബർ 10 ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമാണ്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ആത്മഹത്യ മനഃപൂർവമായ കൊലപാതകമാണ്. ആത്മഹത്യ ഒരിക്കലും ഒരു പ്രശ്നത്തിലും പരിഹാരമല്ല, മറിച്ച് ഒരു വലിയ പ്രശ്നത്തിൻ്റെ തുടക്കമാണ്. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0980221957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ
നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.